ഒരു വലിയ ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിൻ്റെ സമയങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്? ഉറപ്പായിട്ടും തലയിലൊരൽപ്പം വെളിച്ചമുണ്ടായ ആളുകളുടെ സുവിശേഷം വായിക്കുന്ന ദിവസത്തിൻ്റെ കാത്തിരിപ്പാണ്. ശിരസോളം വെട്ടമുള്ളവരാവുക എന്നുള്ളതാണ് വരുന്ന ദിവസത്തിൻ്റെ ദൂതെന്ന് പറയുന്നത്. നമ്മളെ കണ്ടുമുട്ടുന്ന ആളുകളോട് നമ്മൾ വിളക്കാണെന്നും വിളക്ക് തണ്ടാണെന്നും ഒക്കെ വിളിച്ചു പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, തലയിൽ വെട്ടമുണ്ടോ എന്ന്. അങ്ങനെ തലയിൽ വെളിച്ചം പേറി ഈ ഉലകിൽ മുഴുവൻ സുവിശേഷം പ്രസംഗിച്ച ആളുകളാണ് ശിഷ്യന്മാർ. ഇപ്പൊ തലയിൽ വെളിച്ചമുള്ളവരാവുക, ആ വെളിച്ചത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ. പച്ചമനുഷ്യൻ എന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് പച്ചമനുഷ്യൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചില വാക്കുകളിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. അയാളൊരു പച്ചമനുഷ്യനാണെന്ന് പറയാറുണ്ട്. ജീവനും ചലനവും ഒക്കെ ഉണ്ടെന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്ന ഒരു പദമാണ് പച്ചമനുഷ്യൻ എന്ന് പറയുന്നത്. മൊത്തത്തിലും ഉണങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു വാക്കിന്റെ സുവിശേഷം. ഇനിയും അതിൽ പച്ചപ്പ് ബാക്കിയുണ്ട്, ചലിക്കുവാൻ ശേഷിയുണ്ട്. അതുമല്ലെങ്കിൽ അതിൽ ജീവന്റെ നാളങ്ങൾ പുറപ്പെടുവിക്കുവാൻ ശേഷിയുണ്ട് എന്നൊക്കെ തന്നെയാണ് ആ പച്ചമനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം. ട്രാഫിക്കിൽ കിടക്കുമ്പോഴും പച്ച നിറം തെളിയുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുക? മുൻപോട്ട് നീങ്ങാൻ ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പച്ച എന്നുള്ള നിറം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് പോലെ. മജ്ജയും മാംസവുമായിട്ട് ഈ ദേശത്തു കൂടി നടന്നു പോയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് തന്നെയാണ് ഈ പച്ചമനുഷ്യൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതോ കാലത്ത് പണ്ട് എന്നൊക്കെയുള്ള തലക്കെട്ടിൽ കഥകൾ പറയുമ്പോൾ അതിൽ കൂടി ചേർത്ത് വെക്കുന്നതായ ആളുകളെ വിശേഷിപ്പിക്കുന്ന പദമല്ല പച്ചമനുഷ്യൻ. നമുക്കിടയിൽ, നമ്മളുള്ള സ്ഥലങ്ങളിൽ, നമ്മൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ, നമ്മളുടെ മനസ്സുകളിലുമൊക്കെ സജീവമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന, ജീവിക്കുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നതാണ് പച്ചമനുഷ്യൻ എന്ന്. അത്തരം സജീവമായി നിലനിൽക്കുന്ന ഒരു സാന്നിധ്യം പേറുന്ന ഒരു മണ്ണുകൂടിയാണിത്. പരിശുദ്ധ സഹദായുടെ മണ്ണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഇന്നും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോലും മാറ്റപ്പെട്ടിട്ടില്ല. നിരന്തരം നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ആ പേരുകൾ. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾക്ക് വേണ്ടി കൂടി ജീവിക്കുന്നതായ ആ ഒരു മനുഷ്യന്റെ പേരാണ്. അങ്ങനെ നിരന്തരം ഓർക്കുന്ന ഒരു മനുഷ്യൻ കൂടി ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ണുകൂടിയാണ്. എപ്പോഴാണ് ഒരാൾ മരിച്ചു പോവുക? ശ്വാസം പോകുമ്പോഴല്ല. ഉറപ്പായിട്ടും നമ്മളെ പറ്റിയുള്ള ഓർമ്മ അവസാന മനുഷ്യന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുമ്പോഴാണ് ഒരാൾ മരിച്ചു പോകുന്നത്. നോക്കണം, നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിട്ട് നമ്മളുടെ ഓർമ്മകളെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്തിട്ട് അതിന്മേൽ ഇങ്ങനെ പേരുകൾ പതിപ്പിച്ചു വെക്കുവാനും, ഞാനാണിത് ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു മുദ്ര പതിപ്പിച്ചു വെക്കുവാനും ഒക്കെ നമ്മളിങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ജീവിച്ച് ചുരുണ്ടുപോകുന്ന മനുഷ്യജീവികളാണ് നമ്മൾ. ഒന്നോർത്ത് നോക്കിയാൽ നമ്മൾ മരിച്ച ശേഷം നമ്മളുടെ ഓർമ്മയ്ക്ക് നമ്മൾ വിളിക്കാതെ വരുന്ന എത്ര പേരുണ്ട്? നമ്മൾ വിളിക്കാതെ നമ്മളെ ഓർക്കുന്ന എത്ര പേരുണ്ടാകും? അവിടെ വന്നു ചേരുന്നവർ പോലും, സ്നേഹിതരോ ബന്ധുക്കളോ ആണെങ്കിൽ പോലും
വീട്ടുകാർ വിളിക്കുന്നതിൻ്റെ ആ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ വന്ന് ചേരുന്നവരല്ലേ. അല്ലാതെ നമ്മളിങ്ങനെ നമ്മളുടെ ഓർമ്മകൾ ഇങ്ങനെ ഭൂമിയിൽ വാരി വിതറിയിട്ട് പോയിട്ട് എത്ര പേരാണ് നമ്മളെ വീണ്ടും ഓർക്കുക? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ശില അവിടെ തൂക്കി വെച്ചിട്ട് പോയാൽ അത് വീണ്ടും നമ്മൾ കാണുമ്പോഴാണ് ഇത് ഞാനാണ് പണിഞ്ഞതെന്ന് പോലും ഞാൻ പോലും ഓർക്കുക. അത്രമേൽ ചുരുണ്ട് ചുരുങ്ങിപ്പോകുന്ന ഒരു ജന്മമായിട്ടാണ് മനുഷ്യരിങ്ങനെ പോകുന്നത്. ഒരു കണക്കില് ഏറ്റവും വലിയ ഓർമ്മ ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിട്ട് പോയതാരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഓർമ്മ നിക്ഷേപിച്ചിട്ട് പോയ മനുഷ്യൻ. അത് വേറൊന്നുമല്ല, നിരന്തരം ഓർക്കപ്പെടുവാനായിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിക്ക് മേൽ നിക്ഷേപിച്ചിട്ട് പോയത് അയാളുടെ ശരീരവും രക്തവുമാണ്. നിങ്ങൾ കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ കൂടുമ്പോഴെല്ലാം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ്? തമ്പുരാനെയാണ്. എത്രയോ കാലം മുമ്പാണ് അത് പറഞ്ഞിട്ട് പോയത്. ഇപ്പോഴും അതിന്മേൽ നമ്മളിങ്ങനെ ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിത്യജീവൻ എന്നുള്ള ഒരു വാക്ക് ഈ ഒരു അർത്ഥവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചെറുപ്പക്കാരന് തമ്പുരാന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, കർത്താവേ, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നിത്യമായ ജീവൻ വെക്കുക എന്ന് പറയുക? നിത്യമായി നിരന്തരമായി ഞാൻ ഓർക്കപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ മനസ്സിൽ ചേക്കേറി ജീവിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സർവകാര്യങ്ങളും കർത്താവ് പറഞ്ഞു. ഒടുവിൽ പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. എന്താ അത്? നീ നിരന്തരം ഓർക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നീ അയാളുടെ ഓർമ്മകളിലേക്ക് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. എങ്കിൽ മാത്രമേ നീ ഇങ്ങനെ ചത്തുപോകുമ്പോൾ ആരെങ്കിലും നിന്നെ ഒന്ന് ഓർക്കുകയുള്ളൂ. ആദരവോടെ സ്നേഹത്തോടെ ഒരാളെങ്കിലും നിന്നെപ്പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് നിത്യമായി ഓർക്കപ്പെടുക. സജീവമായിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏത് കാലങ്ങളിലായാലും പ്രസന്റ് ആവുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശിഷ്യന്മാർ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അവൻ ഭൂതമാണെന്നാണ് പറഞ്ഞത്. തോമസ് ലീഹായോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമസ് ലീഹ എന്ത് പറഞ്ഞു? അവനെ ഞാൻ തൊടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അവൻ പ്രസന്റ് ആകണം, ഈ കാലത്തിൽ ജീവിക്കുന്നയാളാണ്. അങ്ങ് ഭൂതകാലത്തിൽ ജീവിച്ച ഒരാളായിട്ടല്ല, എനിക്ക് പ്രസന്റ് ആയിട്ട് കാണാം. എനിക്ക് വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരാളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. പ്രസന്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇന്നിൽ ജീവിക്കുക, അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടുന്നതായ കൃപയ്ക്ക് വേണ്ടിയുള്ള യാചനയാണത്. എല്ലായ്പ്പോഴും ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, നിങ്ങൾക്കായി വിലാപഗാനം പാടി, നിങ്ങൾ വിലപിച്ചില്ല എന്നൊക്കെ വഴിവക്കിലിരുന്ന് വിലപിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? എന്താ അത്? ഞങ്ങൾ ഏതോ കാലത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഈ കാലത്ത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുവാനുള്ള മനസ്സ് പോലും ഇല്ലാത്തവരെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ വിലപിക്കാറില്ലേ? ഞങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു, ഫോണില്ലായിരുന്നു, അന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു എന്നൊക്കെ. പക്ഷെങ്കില് ഇതിൻ്റെയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ കുറച്ചുകൂടി പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. അതാത് കാലഘട്ടങ്ങളിലേക്കുള്ള ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഉപമ മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ചിന്തകളെ ഭാരപ്പെടുത്താതെ അവസാനിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം
15-ാം അധ്യായത്തിൽ പറയുന്ന ഉപമയാണ്. എത്ര ഉപമയുണ്ട് ആ സുവിശേഷത്തില്? 3 ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. 3 ഉപമകൾ പറയുന്ന ഒറ്റയൊരു സുവിശേഷം മാത്രമേ ഉള്ളൂ. ഏതാ അത്? ഇപ്പൊ പറഞ്ഞതാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. 3 നഷ്ടങ്ങളുടെ കഥ പറയുന്ന സുവിശേഷമാണ്. നഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ നഷ്ടങ്ങൾ? 1, ആടിനെ നഷ്ടപ്പെട്ടത്. 2, ഒരമ്മയ്ക്ക് നാണയം നഷ്ടപ്പെടുന്നത്. 3, ഒരപ്പനെ നഷ്ടപ്പെടുന്ന എത്ര മക്കളാ? 2 മക്കളെ കുറിച്ചാണ് പറയുന്നത്. ഒരാള് പുരയ്ക്കുള്ളിൽ ജീവിക്കുന്നു, പക്ഷെങ്കിൽ അയാൾ മനസ്സുകൊണ്ട് പുറത്താണ്. മറ്റേയാള് പുരയ്ക്ക് വെളിയിലാണ് ജീവിക്കുന്നത്, പക്ഷെങ്കിൽ അയാൾ മനസ്സ് വീട്ടിലിട്ടിട്ടാണ് പോയത്. അങ്ങനെ 2 മക്കളെയും നഷ്ടപ്പെടുന്നതായ ഒരപ്പന്റെ കഥയും കൂടി അതിലുണ്ട്. എന്താണ് ഉപമ എന്ന് പറഞ്ഞാൽ? പാരബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാരബിൾ ഈസ് എ സ്റ്റോറി വിത്ത് ഡിവൈൻ എഡ്ജ് എന്നാണ്. ദൈവിക മൂർച്ചയുള്ള കഥകളാണ് ഉപമകൾ എന്ന് പറയുന്നത്. 100 വർഷം മുൻപ്, പണ്ട് ഒരിക്കൽ എന്നൊക്കെ പറയുന്നതായ ആ ഒരു തലക്കെട്ടിൽ വിശേഷിപ്പിക്കാവുന്ന കഥയല്ല. എന്തൊന്നിലേക്കോ വിരൽ ചൂണ്ടുന്നതായ തീവ്രമായ വാക്കുകൾ അല്ലെങ്കിൽ ചൂണ്ടുന്നതായ കാര്യങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന കഥകൾക്ക് പറയുന്ന പേരാണ് ഉപമകൾ എന്ന് പറയുന്നത്. അത് അത്തിമരത്തെ നോക്കി ഉപമ പഠിക്കുക, നിങ്ങളെ കടുകുമണിയെ നോക്കി പഠിക്കുക, നിങ്ങൾ വയലിലേക്ക് നോക്കുക, ആകാശത്തിലെ പറവകളെ നോക്കുക. ഇതൊക്കെ പറഞ്ഞപ്പോൾ പണ്ട് എന്നൊക്കെയുള്ള തലക്കെട്ടിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളായിരുന്നില്ല. പ്രസന്റായിട്ട് നിന്നുകൊണ്ട് തൻ്റെ കൺമുമ്പിൽ കണ്ടു നിന്നതായ കാര്യങ്ങളെ മറ്റൊരു കാര്യത്തിലേക്ക്, വിദൂരത്തിലുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തമ്പുരാൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അവിടെ കൂടി നിന്ന ആളുകളോട്. ഇതിന്റെ പറയുന്ന പേരാണ് ഉപമ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മളെ ചിന്താവിഷയത്തില് ധൂർത്തപുത്രനെ കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ധൂർത്തപുത്രന്റെ കഥ മാത്രമാണോ പറയുന്നത്? അല്ല. ഇവിടെ ഒരു സാന്നിധ്യത്തിന്റെ കുറവുണ്ട്. ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു സഹോദരനുണ്ട്, വീട്ടിലെ വേലക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, ആടുമാടുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇറങ്ങിപ്പോയപ്പോൾ കൂടെ കൂടിയ കൂട്ടുകാരും പന്നികളെ മേയ്ക്കാൻ ഏൽപ്പിച്ച യജമാനനും ആ പന്നികളെ കുറിച്ച് പോലും പറയുന്നുണ്ട്. ഒരാളെ കുറിച്ച് ഒഴിച്ച് ബാക്കി എല്ലാരെ കുറിച്ചും പറഞ്ഞു. ആരാണ് അയാൾ? ആരെക്കുറിച്ചാണ് പറയാതിരുന്നത്? അവിടെ ഒരാളുടെ സാന്നിധ്യക്കുറവുണ്ട്. അമ്മ എന്നാണ് ആ സാന്നിധ്യത്തിന്റെ പേര്. അമ്മയുടെ അഭാവമായിരിക്കാം ഒരുപക്ഷെ ഈ മകനെ ഇങ്ങനെ ഇറങ്ങിപ്പോകുവാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം. പഴയ ഒരു സിനിമാ പാട്ടിൽ പറയുന്നത് പോലെ അമ്മയും നന്മയും ഒന്നാണെന്നാണ്. അമ്മയുടെ അഭാവം നന്മയുടെ അഭാവമാണ്. അപ്പന്മാർ മോശക്കാരാണെന്നല്ല വ്യാഖ്യാനിച്ചത്. നിലവിലെ പുസ്തകത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയെക്കുറിച്ചാണ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പന്മാർ ഉറപ്പായിട്ടും വീക്ഷാഗോപുരങ്ങൾ, വാച്ച് ടവേഴ്സാണ്. കൃത്യമായി കുഞ്ഞുങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് ആരെയാണ്? അപ്പന്മാരെയാണ്. അവരുടെ നടപ്പ്, അവരുടെ സംസാര ശൈലികൾ, നിങ്ങൾ ചെറിയ ആക്ഷൻസ് കാണിച്ചാൽ പോലും കൃത്യമായി അനുകരിക്കുന്നത് മക്കളാണ്. അപ്പോൾ കൃത്യമായി നിങ്ങളൊരു വീക്ഷാഗോപുരങ്ങളായിട്ട് ഇങ്ങനെ മുൻപേ നടക്കുകയാണ്. അപ്പോൾ അപ്പന്മാര് മോശക്കാരായിട്ടല്ല. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് അമ്മമാർ തന്നെയാണ്. ഒരുപക്ഷെ മക്കളെയൊക്കെ ഈ വീടുമായിട്ട് ചേർത്ത് നിർത്തുന്നതിന്റെ പ്രധാന ഘടകമാരാണ് അമ്മമാരാണ്. ഈ മക്കളൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്നത് ചോദിച്ചാൽ പറയും, ആരെ കാണാൻ പോവാണ്? അമ്മയെ കാണാൻ പോവാണെന്നാണ് പെട്ടെന്ന് പറയുക. അപ്പം കുഴപ്പക്കാരനായതുകൊണ്ടല്ല, എങ്കിലും അമ്മയുള്ളപ്പോൾ കടന്നു വരുന്നത് പോലെയല്ല, ഇച്ചിലൂടെ അറ്റാച്ച്മെന്റ് പെട്ടെന്ന് അമ്മമാരോടായിരിക്കും. അതുകൊണ്ടാണ് അമ്മയെ കാണാൻ പോവാണെന്നാണ് പറയുക. ഇവിടെ ഈ മകന് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ ഒരുപക്ഷെ ഒരമ്മയുടെ കുറവ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ്.
മക്കളുടെ ദിശാനിർണയങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ. അടുത്ത സമയത്ത് ഒരു കൊച്ചു കവിത വായിച്ചു. അമ്മയെക്കുറിച്ചാണ്. ഇന്ന് പരീക്ഷയാണ്. ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ തോറ്റുപോകും. കാരണം ചോദ്യങ്ങളെല്ലാം അമ്മയെക്കുറിച്ചാണെന്ന്. ഒരു ന്യൂജൻ കവിതയാണ്. ചോദ്യങ്ങളെല്ലാം അമ്മയെക്കുറിച്ചായതുകൊണ്ട് ഞാൻ തോറ്റുപോകും. ചോദ്യപേപ്പറും നേരത്തെ കിട്ടിയതാണ് എന്നുള്ളത്. നോക്കുക, അമ്മമാരെ കുറിച്ചും അപ്പന്മാരെ കുറിച്ചും ഒക്കെ മക്കളോട് ചോദിച്ചാൽ ധാരാളം പറയാനുണ്ടാകേണ്ടുന്നതാണ്. എന്നിട്ടും ഒന്നും പറയാനില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ചുരുങ്ങി പോകുന്നതായ ഒരു സമൂഹം നമുക്ക് മുന്നിലുണ്ട്. റേഡിയോയിലെ പുതിയതായിട്ട് വരുന്ന ആർജമാരായിട്ട് പരിശീലനം ലഭിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളോട് ചുമ്മാതൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായ പേപ്പറിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നിങ്ങൾ വീട്ടിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക. നിങ്ങളുടെ അപ്പയോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ സംസാരിച്ചതൊന്ന് കുറിച്ച് വെക്കുക. വളരെ വേഗം ആ പേപ്പറുകൾ അവർ തിരിച്ചു തന്നു. വളരെ വലിപ്പമുള്ള ആ പേപ്പറിന്റെ കാൽഭാഗം പോലും എഴുതി നിറയ്ക്കുവാനായിട്ട് ആ കുഞ്ഞുങ്ങൾ വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ്. ഒടുക്കത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സംസാരങ്ങളില്ലേ? ഞാൻ എൻ്റെ അപ്പയോട് അധികം സംസാരിക്കുന്നില്ല, അമ്മയോടും അധികം സംസാരമില്ല, സഹോദരങ്ങളോടും അധികം സംസാരമില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പുരയ്ക്കുള്ളിലെ സംസാരം. നോക്കുക, ലോകത്തിൽ ഇഞ്ചി നടുന്നത് മുതൽ ഇന്റർനെറ്റ് വരെ കൈകാര്യം ചെയ്യുന്നതായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ മണിക്കൂറുകളോളം വാതോരാതെ സംസാരിക്കുന്ന കൊച്ചുങ്ങളാണ്. വീട്ടിൽ അപ്പനോടും സംസാരമില്ല, അമ്മയോടും സംസാരമില്ല, സഹോദരങ്ങളോടുമില്ല. പിന്നെ ആരോടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക? സംസാരങ്ങൾ നന്നേ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിലെ കൊച്ചാളുകളായിട്ട് നമ്മളിങ്ങനെ മൂലയ്ക്കോട്ട് മാറുകയാണ്. വായിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾ. ആരെയാണ് വായിക്കാൻ? ആരെ വായിക്കണം? ലോകത്തിലെ ഏറ്റവും വലിയൊരു പുസ്തകമുണ്ട്, നമ്മൾ വായിക്കപ്പെടാത്ത ഒരു പുസ്തകം, തുറന്നു നോക്കാത്ത ഒരു പുസ്തകത്തിന്റെ പേര് എന്താ? അത് മനുഷ്യൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണത്. മനുഷ്യനെ വായിക്കുക, അതാണ് ഏറ്റവും വലിയ വായന എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യനെ വായിച്ചറിഞ്ഞതിന്റെ വിശദമായ വർണ്ണനകളാണ് സൗഖ്യം എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നത്. കുരുടനെ വായിച്ചു, തളർവാദിയെ വായിച്ചു, അങ്ങനെ സർവമാന ആളുകളെയും തമ്പുരാൻ വായിച്ചറിഞ്ഞതിന്റെ പേരാണ് സൗഖ്യം. കൃത്യമായിട്ട് ഒരാളെ വായിക്കുക, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ തമ്പുരാൻ കടൽ തീരത്തു കൂടി നടന്നു പോയപ്പോൾ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നിനക്ക് എന്റെ പിന്നാലെ വരുവാൻ താല്പര്യമുണ്ടോ? ഞാൻ നിങ്ങളെ സഞ്ചാരികളാക്കാം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഏറ്റവും മനോഹരമായ സഞ്ചാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിലേക്കാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ നേടുന്നവരാക്കാം. മനുഷ്യനെ നേടാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് തമ്പുരാന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം യാത്ര ചെയ്യേണ്ടത് മനുഷ്യ മനസ്സിലേക്കാണെന്ന് പറഞ്ഞത്. ചില ആളുകളെങ്കിലും പറയാറുണ്ട്, ഞാനൊരു ശകലം പോലും വായിക്കാറില്ലെന്ന് വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്. ഒന്നോർത്താല് അവരവരുടെ ജീവിതത്തെങ്കിലും ഒന്ന് ക്രോസ് റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കാം. വായിക്കുക. തമ്പുരാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഞാൻ നിങ്ങളെ വായിച്ചതുപോലെ നിങ്ങളും പരസ്പരം വായിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. സ്നേഹം ഒരു വായനാശൈലിയാണ്, ഒരു ഭാഷയാണത്. അതിനെ വായിച്ചറിയുക. സ്നേഹത്തിന്റെ ഭാഷയിൽ ആ പുസ്തകത്തെ വായിക്കുക.
ഇന്നും വീട്ടിൽ ധാരാളം പുസ്തകങ്ങൾ നമ്മളുടെ പുരയ്ക്കുള്ളിൽ പൊടി പിടിച്ച് ചാരുകസേറയിൽ ചാരി ആരോടും സംസാരിക്കാതെ ഇങ്ങനെ ഇരിപ്പില്ലേ? ആ പുസ്തകത്തിന്റെ പേരുകളാണ് അപ്പൻ, അമ്മ, വല്യപ്പൻ, വല്യമ്മ എന്നൊക്കെ പറയുന്നു. ഇടയ്ക്കൊക്കെ ആ പുസ്തകങ്ങളൊന്ന് തുറന്നു വായിക്കുക. ആ പുസ്തകം പറയുന്നതൊക്കെ നമ്മളൊന്ന് കേട്ടു നോക്കുക എന്നുള്ളത് മാത്രമാണ്. പറഞ്ഞു വന്നത്, ഒരമ്മയുടെ അസാന്നിധ്യം ഈ മകനെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ആ സുവിശേഷം മുഴുവനായിട്ട് വായിക്കുമ്പോൾ മറ്റൊരമ്മയെ കൂടെ കാണാൻ പറ്റും. ആരാണത്? നാണയം കളഞ്ഞുപോയ ആ ഒരമ്മ. അവർ വീട് മുഴുവൻ അടിച്ചുവാരി ആ നാണയം കണ്ടുകിട്ടുവോളം അവർ ആ പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ പരിശ്രമത്തിന്റെ പേരാണ് ചൂല്. അമ്മയെടുത്ത ചൂലിന്റെ പേരാണ് പരിശ്രമം. എന്താണ് ആ വാക്കിന്റെയൊക്കെ അർത്ഥം? കണ്ടുകിട്ടാനാവാത്ത വിധം ഒരു സാധനം പോലും കളഞ്ഞു പോയിട്ടില്ല. പക്ഷെങ്കിൽ ഒരു ചൂല് ആവശ്യമാണ്, ഒരു പരിശ്രമം ആവശ്യമാണ്. ആ പരിശ്രമത്തെ നമ്മളായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ആ സുവിശേഷം ഒടുവിൽ പറയുന്നത്. ഇനിയും കണ്ടുകിട്ടാനാവാത്ത വിധം ഒരു സാധനം പോലും കളഞ്ഞു പോയിട്ടില്ല. അപ്പോഴാണ് ആ പ്രത്യാശയുള്ള ആ വാക്ക് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ വാക്ക്? നാളെ, പിന്നെ ചെയ്യാം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മളിങ്ങനെ പറയാറില്ലേ, മോനെ പഠിക്കടാ, പിന്നെ പഠിക്കാം. അതല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, പിന്നെ ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ കുറച്ചുകൂടി മെച്ചമായ ഒരു അവസ്ഥ അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്, ആ ഒരു പ്രത്യാശയാണ്. അതുകൊണ്ടാണ് ആ വാക്കിന് ഇത്രമാത്രം തെളിച്ചമുള്ളത്. പ്രത്യാശ എന്നുള്ള വാക്ക് ഈ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ളതാണ്. പ്രതീക്ഷകളൊക്കെ ഈ ഭൂമിയുടെ അതിരുകളിൽ തീരുന്ന ഒന്നാണ്. പ്രത്യാശ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നത്. ജോലിയുള്ള ഒരാൾക്ക്, അതുമല്ലെങ്കിൽ കോവിഡൊക്കെ വന്നതായ ഒരു സമയം ഉണ്ടായിരുന്നു. ജോലിയുള്ള ഒരാളിനെ സംബന്ധിച്ച് ശമ്പളം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെങ്കില് കോവിഡൊക്കെ വന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിലേക്കൊക്കെ എത്തിയ ധാരാളം ആളുകൾ, അവർക്ക് ആ പ്രതീക്ഷയില്ല. പക്ഷെങ്കില് അവരിൽ അവശേഷിച്ചത് ഈ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ചിറക് വെച്ച് പറക്കുന്ന പ്രത്യാശയാണ്. തമ്പുരാൻ വഴി നടത്തും എന്നുള്ളതായ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് ഈ പ്രത്യാശ എന്ന വാക്കിന് ഇത്രമാത്രം ചേലുള്ളത്. നിലവിൽ പ്രതീക്ഷിക്കുവാനൊന്നുമില്ല, പക്ഷെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കടക്കുവാൻ തമ്പുരാനെ സഹായിക്കുമെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിന് പറയുന്ന പേരാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാളെ എന്നുള്ള ഒരു വാക്കുപോലും ഇത്രമാത്രം നമ്മളുടെ ഇടയിൽ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. നമ്മളുടെ സംസാര വിഷയത്തില് ഈ ധൂർത്തപുത്രൻ കടന്നുപോയിട്ടുള്ള ഒരു 2-3 കാലഘട്ടങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും കുറഞ്ഞ പക്ഷം ഈ ഒരു ഓർഡറിലല്ലെങ്കിലും ഈ 3 കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകും. ഒന്ന് മഹത്വത്തിന്റെ കാലഘട്ടമാണ്. നമ്മൾ പറയാറുണ്ട്, ചില്ലറ ആരോഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉള്ള അതിമനോഹരമായ ഒരു കാലഘട്ടം. രണ്ടാമത് മഹത്വം നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ്. എന്താ പറയുക, നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ, പണ്ട് കാലത്ത് ഞാൻ ഇവിടെ മുതൽ അങ്ങ് ദൂരെ വരെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ മുറ്റത്തിറങ്ങിയിട്ട് തിരിച്ച് പെരക്കകത്തേക്ക് കയറാൻ പോലും ആരോഗ്യമില്ല എന്നൊക്കെ പറയുന്നതായ ഒരു കാലഘട്ടമില്ല. മഹത്വമൊക്കെ നഷ്ടമായ ഒരു കാലഘട്ടം. ഇനി മൂന്നാമതായിട്ട് ഈ മഹത്വമൊക്കെ വീണ്ടും കിട്ടുന്ന ഒരു കാലഘട്ടം. സർവ്വ ആരോഗ്യത്തോടു കൂടി ഓടി നടക്കുന്ന കാലഘട്ടമൊന്നല്ല. നിലവിലുള്ള അവസ്ഥയെക്കാളൊക്കെ കുറച്ചുകൂടി മെച്ചമായിട്ട് ആരോഗ്യമൊക്കെ മോശമല്ല എന്നൊക്കെ പറയുന്നതായ ഒരു കാലഘട്ടം. ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിച്ചത്. എന്നിരുന്നാൽ പോലും ഈ ഒരു 3 കാലഘട്ടങ്ങൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ടാകും. അത് ഈ ഒരു ഓർഡറിലായിരിക്കണമെന്നില്ല. ഈ ഓർഡർ ധൂർത്തപുത്രന്റെ കഥയിലെ ഓർഡറാണ്. ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടുത്തി. എന്തായാലും നമ്മളുടെ കഥാപാത്രം സ്വാതന്ത്ര്യം തേടി പുറത്തേക്ക് പോകുമ്പോൾ അയാൾക്കൊരു
നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് അയാൾക്ക് അയാളെ നഷ്ടമാകുന്നുണ്ട്. രണ്ടാമത് അയാൾക്ക് മകൻ എന്നുള്ള ഒരു പദവി നഷ്ടമാകുന്നുണ്ട്. മൂന്നാമത് അയാൾക്ക് ബോധം വരുമ്പോൾ തിരികെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 സാഹചര്യങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ടാകും. സ്വന്തമായിട്ട് നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവനെ തന്നെ ഇഷ്ടമല്ലാതാവുന്ന ഒരു കാലഘട്ടം. ഇക്കാലം അത്രയും ജീവിച്ചിട്ട് നമ്മളെങ്കിലും ചില സമയത്തെങ്കിലും പറഞ്ഞിട്ടില്ലേ, എനിക്ക് എന്നെ തന്നെ വലിയ പിടുത്തമില്ലാതിരിക്കുന്ന സമയമാണ്, എനിക്ക് എന്നോട് തന്നെ വലിയ പ്രിയമില്ലാതിരിക്കുന്ന സമയമാണെന്നൊക്കെ. അവനവനോട് തന്നെ മതിപ്പില്ലാതിരിക്കുന്നതായ സമയം ഏറ്റവും അപകടകരമാണെന്നാണ് പറയപ്പെടുക. അവനവനെ നഷ്ടപ്പെടുക, അവനവന്റെ ജീവിത സാഹചര്യങ്ങളോട് ഇഷ്ടമില്ലാണ്ടിരിക്കുക, ഒരാൾക്ക് അയാളുടെ വീടിന്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാവാതിരിക്കുക. ഇതൊക്കെ ഒരുവൻ സ്വന്തമായിട്ട് നഷ്ടമാകുന്നതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. ഒരു കണക്കിൽ ചിന്തിച്ചാൽ ഈ ചെറുപ്പക്കാരന് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ഇറങ്ങിപ്പോയത്? എന്തെങ്കിലും കുറവുള്ളതായിട്ട് വായിക്കുന്നുണ്ടോ? ഈ ധൂർത്തപുത്രൻ അയാൾ സമ്പന്നനായിരുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ്, അതിന്റെ തെളിവുകളാണ് അയാൾ തിരികെ വന്നപ്പോൾ അയാളെ മേൽത്തരമായ വസ്ത്രം ധരിപ്പിക്കുന്നതിൻ്റെയും മോതിരമിടിവിക്കുന്നതിൻ്റെയും ചെരുപ്പിടിവിക്കുന്നതിൻ്റെയും വലിയ വിരുന്നൊരുക്കുന്നതിൻ്റെയും ഒക്കെ തെളിവുകൾ ഇയാൾ സമ്പന്നനായിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെയാണ്. പക്ഷെങ്കിൽ എന്തായിരുന്നു അയാളുടെ കുറവ്? ആ കുറവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മക്കളും ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫ്രീഡം വേണമെന്നാണ് ധൂർത്തപുത്രനും പറഞ്ഞത്. അത് തന്നെയാണ്. അപ്പ എനിക്കെന്റെ ഓഹരി നൽകുക, അപ്പ എനിക്ക് ഫ്രീഡം തരിക എന്നാണ് പറഞ്ഞത്. മക്കളും ഇങ്ങനെ അടുത്ത് വന്നിട്ട് സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും പരിഭവത്തോടെയും ഒക്കെ വന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഫ്രീഡം കുറവാണെന്ന്. എന്താണ് ഈ ഫ്രീഡം എന്ന് പറയുന്ന വാക്കിന്റെയൊക്കെ അർത്ഥം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം നഗരത്തിനുള്ളിലല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ഉദാഹരണങ്ങൾ വളരെ വേഗം മനസ്സിലാകും. വയലുകളിലും പാടത്തുമൊക്കെ കന്നുകാലികളെ കൊണ്ട് കെട്ടുന്നത് കണ്ടിട്ടില്ലേ? ഒരു ചെറിയ കുറ്റിയടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൽ പശുവിൻ്റെ കഴുത്തിലുള്ള നീളമുള്ള കയറിങ്ങനെ വലിച്ചു കെട്ടിവെക്കും. പശുവിന് ഈ ഒരു കയറ് നീളുന്നത്ര റേഡിയസിൽ ചുറ്റി നടന്ന് അതിനുള്ളിലുള്ള ആഹാര സാധനങ്ങളൊക്കെ ആഹരിക്കാം. ആ ഒരു റേഡിയസിന് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യം. ആ ഒരു ചുറ്റളവിൽ നിന്നുകൊണ്ട് അതിനുള്ളിലുള്ള കാര്യങ്ങളെയൊക്കെ ആസ്വദിക്കാനാവുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യം. ഒരു ദേശത്ത് വസിക്കുമ്പോൾ ആ ദേശത്തിന്റെ നിയമങ്ങൾ പാലിക്കണം, അതിന്റെ സംസ്കാരങ്ങളിൽ ബോധമുള്ളവരായിരിക്കണം, കുറഞ്ഞ പക്ഷം അവനവന്റെ വിശ്വാസങ്ങളെ കുറിച്ചെങ്കിലും ബോധ്യമുള്ളവരായിരിക്കണം. എന്ത് വിശ്വാസവുമായിക്കൊള്ളട്ടെ, ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളെ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് സ്വാതന്ത്ര്യം. നമ്മൾ ഈ ദേശത്ത് വസിക്കുമ്പോൾ യഥേഷ്ടം സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി റോഡിൽ കൂടി വാഹനം എടുത്തുകൊണ്ട് വലതുവശം ചേർന്ന് വണ്ടി ഓടിച്ചു നോക്കുക. എന്താ സംഭവിക്കുക? ഞാനും എൻ്റെ എതിരെ വരുന്നവരും എൻ്റെ പിന്നാലെ വരുന്നവരും ഒക്കെ ഒരുപോലെ അപകടപ്പെടും. അതാണ് ഈ പറയുന്ന അതിരുകടക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം. കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന പശുവിനെയാണ് ഉദാഹരിച്ചത്. അതിന്റെ കയറൊന്ന് ഊരിപ്പോയാലുള്ള അവസ്ഥ വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വാതന്ത്ര്യം എന്നാൽ ഈ പറയുന്ന കാര്യത്തിനുള്ളിൽ നിൽക്കുക എന്നുള്ളത്. ദേശത്തിലെ നിയമവ്യവസ്ഥകളെയും സംസ്കാരങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ളിൽ കൂടി യഥേഷ്ടം സഞ്ചരിച്ചോളും. അതിന് പുറത്തല്ല സ്വാതന്ത്ര്യം, അതിനുള്ളിലാണ് സ്വാതന്ത്ര്യം. ഈ പുരയ്ക്ക് വെളിയിലാണ് സ്വാതന്ത്ര്യം എന്നാണ് കുറച്ചെങ്കിലും ആളുകൾ ധരിക്കുന്നത്. പക്ഷെങ്കിൽ അത് അയാൾക്ക് ബോധം വന്നത് എപ്പോഴാണ്? ആ സ്വാതന്ത്ര്യം അതിനുള്ളിലാണെന്ന് അയാൾക്ക് ബോധം വന്നത് ഈ പറയുന്നതായ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന, തീർത്തും ദരിദ്രമായി പോയിരുന്നതായ ഒരു കാലഘട്ടത്തിലാണ് അയാൾക്ക് ബോധമുണ്ടായത്.
അവിടെ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. അയാൾക്ക് സുബോധം ഉണ്ടായിട്ട് അയാൾ തിരികെ അയാളുടെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. ഇനി രണ്ടാമത് അയാൾക്ക് അയാളുടെ മകൻ എന്നുള്ളൊരു പദവി കൂടി നഷ്ടമാകും. ലോകത്തിലെ ഏറ്റവും വലിയൊരു പദവിയാണ് ഈ മക്കൾ എന്ന് പറയുന്നത്, അല്ലേ? മക്കൾ എന്ന് പറയുന്ന പദവിയാണ് ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു പദവി എന്ന് പറയുന്നത്. ഈ മക്കൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അവർക്ക് മക്കളാവുമ്പോഴാണ് അവർക്ക് ആ പദവിയെക്കുറിച്ച് മനസ്സിലാകുക. അതുവരെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അപ്പൻ എന്തറിയാം, അല്ലേ? അമ്മയ്ക്ക് എന്തറിയാം? അപ്പനും അറിയില്ല, അമ്മയ്ക്കും ഒന്നും അറിയില്ല. ഈ ചോദ്യങ്ങളെ ഒന്നിലധികം തവണ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ 99%. എന്തെങ്കിലും കാര്യങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. ഇതങ്ങനല്ല, ഇങ്ങനെയാണ്, അപ്പയ്ക്ക് എന്തറിയാമെന്ന് ചോദിക്കും. കൃത്യമായിട്ട് അവരങ്ങനെ തന്നെയാണ് ചോദിക്കുക. അപ്പനും അമ്മയ്ക്കും ചാറ്റ് GPT ചോദിച്ച് കഥ ചോദിക്കാൻ അറിയില്ല. ജെമിനിയോട് ചോദിച്ചാൽ ഒരു ചിത്രം നിർമ്മിച്ചു തരാൻ പറയാൻ അവർക്കറിയില്ല. പക്ഷെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നതായ ചില കഥകളുണ്ട്. നിങ്ങൾ ഇക്കാലം അത്രയും ജീവിച്ചതായ ജീവിതങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതായ ദുരിതങ്ങളുടെ കഥകൾ, നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളുടെ കഥകൾ, ഇതൊക്കെ ചോറ് വിളമ്പുമ്പോൾ അതുകൂടി അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ ചിന്തിക്കും ഇതൊക്കെ ജെമിനി പറഞ്ഞു തന്ന കഥയാണ്. ഏതോ കാലത്ത് കൊച്ചുങ്ങളെ ഉറക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയതായ കഥകളാണെന്ന് അവർ ധരിക്കും. പട്ടിണിയുടെ കഥ പറഞ്ഞു കൊടുക്കണം. പട്ടിണി കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും, വലിയ സാധ്യത കുറവാണ്. എങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പിടിരിക്കുന്ന 2 അച്ഛന്മാരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പഠിച്ചത് നാഗ്പൂരാണ്. നാഗ്പൂരില് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ഒക്കെ ചുവട്ടിൽ ധാരാളം കൊച്ചുങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ കിടക്കും. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബേക്കറിയാണ് ഷബാന എന്ന് പറഞ്ഞൊരു ബേക്കറി. തിരുവനന്തപുരംകാരൻ്റെ ഒരു ചേട്ടനാണ് നടത്തുക. നാഗ്പൂർ ദേശത്ത് എത്ര മലയാളി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഞായറാഴ്ച ദിവസം ഒരു ഉച്ചയാകുമ്പോൾ 4 മണിക്കുള്ളിലായിട്ടൊക്കെ ആ ബേക്കറിയുടെ മുന്നിൽ ചെന്നാൽ അറിയാം അവിടെ എത്രമാത്രം മലയാളികളുണ്ട്. സർവമാന ആളുകളും വന്ന് അവിടെ വരും. അവിടെ വരുമ്പോൾ അവിടെ പരിസരങ്ങളിലൊക്കെ ഈ കൊച്ചുങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കും. ഒരു ബയ്യ ഒരു റൊട്ടി വാങ്ങിച്ചു തരാൻ പറയും. സാധാരണഗതിയിൽ പൈസ കൊടുത്തവരെ ഒഴിവാക്കുക എന്നുള്ളൊരു ശീലം നമുക്കുണ്ടതുകൊണ്ട് അവർക്ക് പൈസ കൊടുത്താൽ അവർ വാങ്ങില്ല, അവർക്ക് റൊട്ടി മതി. അവിടുന്ന് റൊട്ടി വാങ്ങിച്ചു കൊടുത്താൽ അവൻ അതുകൊണ്ട് സ്വന്തമായിട്ട് കഴിക്കുവാനായിട്ട് ഓടില്ല. അവന്റെ കൂടെ നിൽക്കുന്ന സർവമാന കൊച്ചുങ്ങൾക്കും അത് മുറിച്ചു കൊടുക്കും. എല്ലാവരും കൂടി ആർത്തിയോടെ അത് ഭക്ഷിക്കും. ഒരാളുടെയും വിശപ്പ് മാറില്ല. പക്ഷെങ്കിൽ ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ ആദരവോടും ആർത്തിയോടും കൂടി ഭക്ഷിക്കുന്നവന്റെ വികാര തീവ്രതയ്ക്ക് പറയുന്ന പേരാണ് പട്ടിണി എന്ന് പറയുന്നത്. അല്ലാതെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ വരാത്തതിന്റെ പേരിൽ രാവിലെ മേശപ്പുറത്ത് കെട്ടിവെച്ചതായ ചോറുപൊതി എടുക്കാതെ ഉച്ചയ്ക്ക് പോയി വിശന്നിരിക്കുന്നതിന്റെ പേരല്ല പട്ടിണി. കാലങ്ങളോളം ഒരു വറ്റ് ചോറ് കാണാതെ, ഒരു കഷ്ണം റൊട്ടി കിട്ടാതെ വിശന്ന് പൊരിഞ്ഞു നടക്കുന്നവൻ, അവന്റെ പറയുന്ന പേരാണ് പട്ടിണിക്കാരൻ. ഈ കൊച്ചുങ്ങൾ അതുകൊണ്ട് ഓടിപ്പോയി എല്ലാ ആളുകൾക്കും അതിങ്ങനെ വിഭജിച്ച് കൊടുത്ത് അത് നന്ദിയോടുകൂടെ ഭക്ഷിക്കുന്ന ആ കാഴ്ചയുണ്ട്. സെമിനാരിയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച് കണ്ടെയ്നറിലാക്കി ഈ കൊച്ചുങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കുന്ന മിഷൻ ഇപ്പോഴും ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അത്തരം കഥകൾ കൊച്ചുങ്ങൾക്ക് പക്ഷേ ചോറ് വിളമ്പുമ്പോൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആള് പറഞ്ഞ കഥയാണെന്ന് അവർ ചിന്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഇക്കാല കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന കാലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ മക്കൾ എന്ന് പറയുന്നതായ ഒരു വലിയ പദവിയിൽ ഓരോ കൊച്ചുങ്ങളുമായിരിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ
ബാധ്യസ്ഥരാണ്. ഈ ഇറങ്ങിപ്പോയ മകന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ ധാരണയില്ലായിരുന്നു. ഒന്ന് ചിന്തിച്ചാൽ എത്രയോ കാലമായിട്ട് നമ്മൾ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ധൂർത്തപുത്രൻ എന്നൊക്കെ. പ്രായമായ ചെറുപ്പക്കാരനാണ്, സ്വന്തമായിട്ട് വിവേചന ശേഷിയുള്ളവനാണ്. ഒരുപക്ഷെങ്കിൽ ഒരു നന്മ ദൂരത്ത് കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോയ ആളാണ്. അപ്പന്റെ കയ്യിൽ നിന്ന് എത്ര കാലമാണ് അപ്പന്റെ തണലിൽ താമസിക്കുക? ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളെ മുൻപോട്ട് നീക്കുവാൻ ശേഷിയുള്ള ആളാണ്. അത്തരം സതുദ്ദേശത്തോടുകൂടി ഓഹരിയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരനോടൊപ്പം ചേർന്നത് അത്ര നല്ല കൂട്ടുകാരില്ലായിരുന്നു. അതാണൊരു കാര്യം. അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം ആ ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി. അവന്റെ സമ്പത്ത് കണ്ടുകൊണ്ട് തന്നെ അയാളോടൊപ്പം കൂടിയ ആളുകളാണ് എല്ലാവരും. കാരണം പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കയ്യിലെ സമ്പത്തൊക്കെ തീർന്നു പോയപ്പോൾ അവരെല്ലാം അവിടുന്ന് പോയി എന്നാണ് വായിക്കുക. ഒരു കണക്കില് ഈ ഉപമയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്നതായ ഒരു ഉപമ കൂടിയാണ് വിത്തിന്റെ ഉപമ. ഇറങ്ങിച്ചെന്നു പോയതായ കൂട്ടുകെട്ടുകൾ, ചെന്നു ചേർന്നതായ സാഹചര്യങ്ങൾ വളരെ മോശമായതുകൊണ്ട് നന്നേ ഇല്ലാണ്ടായി പോയ ഒരു ചെറുപ്പക്കാരനാണ്. വിത്തിന്റെ ഉപമയും സമാനമാണ്. ഒരു വിധക്കാരൻ വാരി എറിഞ്ഞതായ വിത്തുകളാണ്, ഒരു കൈപ്പിടിയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ വിത്തുകളാണ്. പക്ഷെ അതൊക്കെ ചെന്ന് ചേർന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ്. വഴിയരികില്, മുള്ളിനിടയില്, പാറപ്പുറത്ത്, പിന്നെ എവിടെയാണ്? നല്ല സ്ഥലത്ത്. നോക്കണം, നമ്മുടെ കൺമുമ്പിൽ നിന്നും നമ്മുടെ കൈപ്പിടിയിൽ നിന്നും ദൂരദേശത്തേക്ക് പഠിക്കുവാനും ജോലിക്കും ഒക്കെ ആയിട്ട് എത്രയോ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നിന്നും നമ്മുടെ പുരയ്ക്കുള്ളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പക്ഷെങ്കില് നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ പെട്ടുപോകാവുന്നത്ര എത്ര കെണികളാണ് അവർക്ക് മുന്നിൽ. വഴിയരി കൊണ്ട് മുള്ളിനിടയിൽ വീണവരുണ്ട്, പാറപ്പുറത്ത് വീണവരുണ്ട്. ഒടുക്കം അവശേഷിക്കുന്നവരുടെ കണക്കുകൾ മാത്രമേ നമ്മൾ ഈ 30-ന്റെയും 60-ന്റെയും 100-ന്റെയും ഒക്കെ കണക്ക് പുസ്തകത്തിൽ ലാഭമായിട്ട് എഴുതി ചേർത്തിട്ടുള്ളൂ. അടിസ്ഥാനപരമായി നല്ല നിലത്ത് വീണ വിത്തിന് എന്തുണ്ടായിരുന്നു? ഭാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൂരദേശത്ത് പോയി പതിച്ചത്. അതിൽ ഭാരം കുറഞ്ഞത് പിന്നില്, അങ്ങനെ ഒട്ടും ഭാരമില്ലാത്തത് എറിഞ്ഞ സ്ഥലത്തിന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് വീഴുകയും ചെയ്തു. വഴിയരികിൽ വീണതായ വിത്ത്, എന്താ സംഭവിച്ച ഈ വഴിയരികിൽ വീണ വിത്തിന്? പറവകൾ വന്നതിനെ കൊത്തിത്തിന്നു, വഴിയെ പോയവർ അതിനെ ചവിട്ടി മെതിച്ചു എന്നാണ് വായിക്കുക. മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ പോവുക. അവനവനെ പറ്റി പോലും ബോധ്യമില്ലാതെ ഇറങ്ങിപ്പോകുന്നതായ കൊച്ചുങ്ങള്, ചെന്നു ചേരുന്നതായ സ്ഥലത്തിന് പറയുന്ന പേരാണ് വഴിയോരം. അവിടെ അവർക്ക് മേൽ നിയന്ത്രണം നടത്തുന്നത് മറ്റുള്ള ആളാണ്. സ്വന്തമായി ബോധം പോയ ആളുകളുടെ മേൽ നിയന്ത്രണം നടത്തുന്നത് മറ്റൊരാളാണ്. അവർ ചവിട്ടി മെതിക്കപ്പെടുന്നുണ്ട്. എഴുന്നേറ്റ് പോരാനാവാത്ത വിധം ചവിട്ടി മെതിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഭാരമില്ലായ്മയാണ് പ്രശ്നം. മുള്ളിനിടയിൽ വീണ വിത്ത് വളർന്നോ? ചുറ്റുപാട് മോശമായതുകൊണ്ട് ഞെരുക്കപ്പെട്ടു പോയി എന്നാണ് വായിക്കുക. ചെന്നു ചേർന്നതായ സ്ഥലത്തെ കൂട്ടുകെട്ടുകൾ, അവൻ ചെന്നു ചേർന്നതായ സ്ഥലങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ വല്ലാണ്ട് ഞെരുക്കിയിട്ടുണ്ടാകും. വളരുവാൻ പൊട്ടൻഷ്യലുള്ള ആളാണ്. പക്ഷെങ്കിൽ ഈ ഞെരുക്കപ്പെടുന്നതായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടുന്നതായ ശേഷിയില്ലാണ്ട് പോയതുകൊണ്ട് ഉണങ്ങിപ്പോയവർ. പുറത്തേക്ക് പോകണമെന്നില്ല. മുള്ളുകളൊക്കെ നമ്മുടെ പുരയ്ക്കുള്ളിലുണ്ട്. എത്രയോ സാധ്യതയുള്ള ആളുകളാണ് നമ്മുടെ പുരയ്ക്കുള്ളിൽ ഇങ്ങനെ ചില വർത്തമാനങ്ങൾ കൊണ്ട്, പുരയ്ക്കുള്ളിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോലും ഞെരുക്കപ്പെട്ടു പോയി ജീവിക്കുന്നവര്. ഈ ഉദാഹരണങ്ങളൊന്നും തപ്പി അങ്ങ് ദൂരേക്കൊന്നും പോകണ്ട. നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയാകും. ഇനിയുള്ളത് പാറപ്പുറത്ത് വീണ വിത്താണ്. അതിനും വളരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വളർന്നു വന്നപ്പോൾ
വേരിന് ആഴത്തിലേക്ക് പോകാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടും ജലാംശം കിട്ടാത്തത് കൊണ്ടും മുകളിൽ നിന്നുള്ള ചൂടേറ്റത് കൊണ്ട് ഉണങ്ങിപ്പോയി എന്നാണ് വായിക്കുക. ഒന്നോർത്താല്, ഒരു കൊച്ചു സാഹചര്യത്തെ പോലും അതിജീവിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു സീരീസ് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പോലും അതിനപ്പുറത്തൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്നതായ സാഹചര്യമുള്ള കൊച്ചുങ്ങൾ, അവരുടെ ജീവിതത്തിലെ എല്ലാം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന കൊച്ചുങ്ങളാണ്. എന്താണ് അവർക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? ഇതിനപ്പുറം അതിജീവിക്കുവാൻ സാധ്യതയുള്ള ഒരു പ്രത്യാശയില്ലാണ്ട് പോകുന്നു എന്നുള്ളത്. ജോലി സ്ഥലങ്ങളിൽ പ്രഷർ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലായിരിക്കും, അതുമല്ലെങ്കിൽ ചെന്നു ചേരുന്നതായ സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ലായിരിക്കും. അപ്പോൾ ഉണങ്ങിപ്പോകാനുള്ളതല്ല ജീവിതം. അതിനാഴത്തിലേക്ക് വേരൂന്നണമെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസമുണ്ടാവുക, നമ്മൾ ആരാണെന്നുള്ളൊരു ബോധമുണ്ടാവുക, നമ്മൾ എന്ത് സംസ്കാരത്തിൽ നിന്നാണ് വളർന്നു വന്നതെന്നുള്ള ബോധ്യമുണ്ടാവണം. നമ്മളുടെ വിശ്വാസങ്ങളെക്കുറിച്ച്, അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവണം. അവനവന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ബോധമുണ്ടാവണം. കുറഞ്ഞ പക്ഷം അപ്പനമ്മമാരെ കുറിച്ചെങ്കിലും ഒരു ബോധമുണ്ടാകണം. ഇതൊക്കെയാണ് 30-ന്റെയും 60-ന്റെയും 100-ന്റെയും ഒക്കെ കണക്ക് പറഞ്ഞതായ വിത്തുകള് ദൂരദേശത്തും നല്ല ദേശത്തും ചെന്ന് പതിച്ച ഭാരം. മക്കൾക്കൊക്കെ നമ്മൾ ദൂരദേശത്ത് പോകുമ്പോൾ മാക്ബുക്കും ടാബും ഒക്കെ കൊടുത്തു വിടുമ്പോൾ കൂട്ടത്തിലൊരു കൊച്ചു സാധനം കൂടെ കൊടുത്തു വിടണം. വേദപുസ്തകമാണ്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ചെന്ന് ചേരുന്ന സ്ഥലത്ത് പള്ളി കാണില്ല, പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലങ്ങളും കാണില്ല, എങ്കിൽ പോലും നിങ്ങളുടെ ജോലി തിരക്കിനും പഠനത്തിന്റെ തിരക്കുകൾക്കും അവസാനം നിങ്ങൾക്ക് അഖണ്ഡ പ്രാർത്ഥന നടത്തുവാനുള്ള സാഹചര്യമില്ലായിരിക്കും. എങ്കിൽ പോലും നീ കിടക്കാൻ നേരത്തെ നിന്റെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് നീ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഒരു വാക്യമെങ്കിലും വായിച്ചിട്ട് ദൈവമേ കാത്തോളണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കിടക്കാനായാൽ ഈ പറഞ്ഞതായ സാഹചര്യങ്ങളിൽ ഉണങ്ങിപ്പോകാതെ നമുക്കതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ളൊരു ബലം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ച ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ എല്ലാവരും. നിങ്ങൾ ജീവിച്ചതായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരുന്നില്ല, ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കി കർത്താവ് പറയുന്ന ഒരു ഒറ്റ കാര്യമാണ്, ഒരു കുറവ് നിനക്കവിടെ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത്. എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകും. എത്ര ശ്രേഷ്ഠമായ ജീവിതങ്ങളിലും അവശേഷിക്കുന്ന ഒരു കുറവ് അവിടെ ഉണ്ട്. അത്തരം കുറവുകളിലും സക്കായിയെ പോലെ മുകളിൽ എത്തിച്ചെന്നെങ്കിൽ മാത്രമേ ദർശനമുണ്ടാവൂ, ദൈവദർശനമുണ്ടാകുകയുള്ളൂ. ആ കുറവാണ് അയാളെ അത്തിമരത്തിൽ വലിഞ്ഞു കയറുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ കുറവുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തെ വിളിക്കുവാനും നമ്മുടെ ചില സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുവാനും നമുക്കൊരു പൊട്ടൻഷ്യൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അവർക്ക് കൊടുക്കുക. ഈ മകനും ഇറങ്ങിപ്പോയതായ സാഹചര്യങ്ങളിൽ ചെന്നു ചേർന്നതായ കൂട്ടുകെട്ടുകൾ അവനെ നന്നാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെങ്കിൽ അയാളുടെ സർവ്വസമ്പത്തും അയാളിൽ നിന്ന് കവർന്നെടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരുവിൽ സംഭവിച്ചത് അവന് സുബോധമുണ്ടായിട്ട് അവൻ തിരികെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോയി എന്നാണ്. എന്താണ് ആ സുബോധം ഉണ്ടായത്? ഈ സുബോധത്തിന് പറയുന്ന പേരെന്താണ്? അവൻ പന്നികളുടെ ഭക്ഷണം കഴിച്ചപ്പോഴാണ് അവൻ ഓർമ്മ വന്നത്, എൻ്റെ അപ്പൻ്റെ വീട്ടില് ധാരാളം ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് ശേഷിപ്പ് വരുത്തുന്നു. എന്താണ് അയാളെ പ്രേരിപ്പിച്ച ഘടകം? രുചിയാണ്, അല്ലേ? ഉറപ്പായിട്ടും രുചിയാണ്. രുചിക്ക് ഓർമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റുണ്ടാവില്ല. വീട്ടില്
അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നതായ കുഞ്ഞുങ്ങൾ നമ്മളിങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും മാറി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്യാറില്ലേ? അമ്മയുണ്ടാക്കിയ സാമ്പാറോളം വരുന്നില്ല ഇതെന്നൊക്കെ. എന്താണ് ഇതിൻ്റെ കാരണം? അത് നമ്മുടെ ഓർമ്മയാണ്. നമ്മളെ ആ ഭവനവുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ പറയുന്ന പേരാണ് രുചി എന്നൊക്കെ പറയുന്നത്. ഒരുവനെ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾക്കൊക്കെ പറയുന്ന പേരാണ് രുചി. അത് നാവിന്റെ ഒരു അനുഭവം മാത്രമല്ല, നമ്മുടെ ഓർമ്മയുടെ ഒരു സന്ദേശം കൂടെയാണ്. അപ്പോൾ ഇയാൾക്ക് രുചി ഓർമ്മ വന്നു. എൻ്റെ ഭവനത്തിലെ ഭക്ഷണത്തോളം, എൻ്റെ ഭവനത്തിലെ അനുഭവത്തോളം വരാത്ത ഒരു അനുഭവത്തിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് അവന് സുബോധം വീണ്ടുകെട്ടുവാൻ സഹായിച്ച ആ ഒരു ഘടകത്തിന്റെ പേരാണ് രുചിക്കൂട്ട്. അവൻ തിരികെ നടക്കുകയാണ് വീട്ടിലേക്ക്. അതാണ് അവസാനമായിട്ട് പറഞ്ഞത്. എല്ലാവർക്കും ഈ വീടെന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്ഥലമാണല്ലേ? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണോ? ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾക്ക് വീടെന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. കല്ലും മണ്ണും കൊണ്ടൊക്കെ കെട്ടി ഇങ്ങനെ പൊക്കി കളറൊക്കെ അടിച്ചു വെക്കുന്ന സാധനത്തിന്റെ പേരല്ല വീടെന്ന് പറയുന്നത്. ഈ വീടിനൊക്കെ ഒരു പരിണാമം സംഭവിക്കേണ്ടുന്ന കാലഘട്ടമാണ്. വീടുകൾ ഭവനങ്ങളായിട്ട് പരിവർത്തനം ചെയ്യപ്പെടണം. രണ്ടും പര്യായങ്ങളാണ് കേട്ടോ. എന്താണ് ഈ വീടും ഭവനവും തമ്മിൽ വ്യത്യാസം? ഭവനം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ അവനം ചെയ്യുന്ന സ്ഥലമാണ് ഭവനം. അവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടുക എന്നാണ്. ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ഭവനം. എന്റെ പള്ളി കൂദാശ ചെയ്ത സമയത്ത് തിരുമേനി പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥന നിങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. കാരണം ഇത്രയും നാള് ഈ ദേവാലയത്തിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നതായ ശബ്ദം കല്ലിൽ കൊത്തുന്നതിൻ്റെയും ഇഷ്ടികയിൽ കൊട്ടുന്നതിൻ്റെയും അങ്ങനെ മെറ്റൽ പാർട്സിലൊക്കെ ഇടിക്കുന്നതിൻ്റെയും ഒക്കെ ശബ്ദങ്ങളാണ്. ആ ശബ്ദം അതിൽ നിന്ന് മാറി ഈ പ്രാർത്ഥനയുടെ ശബ്ദം ഇതിൽ തറച്ചിരുന്നെങ്കിൽ മാത്രമേ നാളെ ഒരാളൊരു പ്രയാസത്തോടുകൂടി മനസ്സ് തകർന്നിട്ട് ഈ ആലയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ തെല്ല ആശ്വാസത്തോടുകൂടി അയാൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. പള്ളിക്ക് മാത്രം ഇണങ്ങുന്ന വിശേഷണമല്ലത്. വീടിനും ചേരും, നമ്മളുടെ ഭവനങ്ങൾക്കും ചേരും. വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയുടെ ശബ്ദം പുരയ്ക്കുള്ളിൽ തളം കെട്ടി നിന്നിട്ട് ഇത്തിരി സമാധാനവും ശാന്തതയും ഒക്കെ ഇവിടെ ഉണ്ടാകുള്ളൂ. ചില വീട്ടിലെങ്കിലും കയറി ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അത്ര പോസിറ്റീവ് അല്ലാത്ത ഒരു എനർജി ഫീൽ ചെയ്യാറില്ലേ? നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്തോ ഒരു ഐശ്വര്യക്കുറവുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണത്. ആ സ്ഥലത്ത് നിന്നും എമിറ്റ് ചെയ്യുന്ന എനർജിയാണത്. ഒരു തിരി കത്തിച്ചു വെച്ച് ദിവസവും പ്രാർത്ഥിച്ചു നോക്കുക. വേദപുസ്തകം വായിക്കുന്നത് ഉച്ചത്തിൽ വായിച്ചു നോക്കുക. അധികം സമയമെടുക്കാതെ തന്നെ നമുക്ക് ആ ഒരു അന്തരീക്ഷം വളരെ പോസിറ്റീവാക്കി എടുക്കുവാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാതെ കിടക്കുന്ന ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് നമ്മൾ തന്നെ പറയാറില്ലേ ചില സമയങ്ങളിൽ, എനിക്ക് അങ്ങോട്ട് ചെന്ന് കയറുന്നത് തന്നെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകുന്നതേ കലിയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കുന്ന ഒരു ഘടകം പോലും അതിനുള്ളിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സന്ധ്യയാവുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുക, ആരെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുക. വേദപുസ്തകങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. അവനവന്റെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ഉരുവിടുക. തിരി കത്തിച്ചു വെച്ചു എന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ ലോകം ഇരുളാൻ തുടങ്ങിയാണ്, ഇരുട്ടിലേക്ക് പോവുകയാണ്. ഞാനും ഈ ഇരുട്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ വെട്ടമായിട്ട് നീ എൻ്റെ ഉള്ളിലുണ്ടാവണം. നേരം വെളുക്കുമ്പോഴും ഒരു തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട്
അവരവരുടെ മേഖലകളിലേക്ക് പൊയ്ക്കൊള്ളുക. ദൈവമേ, ഇരുട്ടുള്ള ലോകത്തിലേക്കാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കെണികളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ എൻ്റെ കാൽ ചുവട്ടിലെങ്കിലും നീ ഒരു ചെറിയ വെട്ടമായിട്ട് നിന്റെ ഒപ്പം സഞ്ചരിക്കണമേ എന്നുള്ളൊരു കൊച്ചു പ്രാർത്ഥന മതിയാകും. ഒരു വെളിച്ചമായിട്ട് നമ്മളോടൊപ്പം നടക്കുന്ന സാന്നിധ്യമാണ് ദൈവം എന്നൊക്കെ പറയുന്നത്. ലോകപ്രകാശം എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ചൂട്ട് വെളിച്ചമായിട്ടെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഭവനങ്ങളിൽ തിരികത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തന്നെ കടന്നു വരാവുന്ന ഐശ്വര്യമാണ്. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ ദേശങ്ങളിൽ സന്ധ്യയാവുമ്പോൾ അപ്പച്ചന്മാരും അച്ചായന്മാരും എല്ലാവരും ജംഗ്ഷനിൽ ഇറങ്ങിപ്പോവും. കുറേയേറെ സമയം കഴിഞ്ഞിട്ടേ അവർ കയറി വരത്തുള്ളൂ. ഏതാണ്ടൊരു 8 മണി 7:30 8 ആവുമ്പോൾ അവരിങ്ങനെ തിരിച്ച് ദേശത്തു കൂടി നടന്നു കിടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രാർത്ഥന തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ വീടിന്റെ പരിസരത്ത് വരുമ്പോൾ അവർ പറയും, ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ്, അതുകൊണ്ട് ശബ്ദം കുറച്ചു പോകും. അവർ മിണ്ടാതെ പോകും. തൊട്ടടുത്ത വീട്ടിലും ഇപ്പുറത്ത് പ്രാർത്ഥിക്കുന്നത് കേട്ടുകൊണ്ട് അപ്പുറത്തും തുടങ്ങും. കാരണം ഇപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ മോശമാണ് എന്നുള്ള ചിന്താഗതി കൂടെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഇങ്ങനെ പടർന്ന് ഒരു ദേശം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവം നിലനിൽക്കും. ഇപ്പുറത്ത് ശ്രീയേശുനാമം പാടുമ്പോൾ അപ്പുറത്ത് രാമനാമം ജപിക്കും. അതിങ്ങനെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇങ്ങനെ പോസിറ്റീവായിട്ട് നിലനിർത്തുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ വസിച്ചത്. ഇപ്പോഴും അവിടെ തന്നെയാണ്. എന്നാല് കാലം ഇങ്ങനെ വല്ലാണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇപ്പൊ പ്രാർത്ഥനകളൊക്കെ അടുത്തിരിക്കുന്ന ആളിന് പോലും കേൾക്കാത്തത്ര വിധത്തില് പ്രാർത്ഥിച്ചാൽ ചുരുങ്ങിപ്പോകുന്നു, അല്ലെ എത്രമാത്രം ശബ്ദം കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് അപ്പുറത്തുള്ള ആളിന് തോന്നിയാല്, ഞാൻ ഭക്തനാണെന്നൊക്കെ ഉള്ളൊരു പേര് വീണാൽ വല്ലാണ്ട് പ്രയാസമായി പോയില്ലേ. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിരാവിലെ തിരുസന്നിധിയണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശു പരനേ. അതിയായി നിന്നെ കൃപയരുൾക യേശു പരനേ. അപ്പോൾ വീടുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന പ്രാർത്ഥന ഒരു പാട്ടോടുകൂടി ഒരു ദിവസം ആരംഭിക്കുക, പാട്ടോടുകൂടി ഒരു ദിവസം അവസാനിപ്പിക്കുക. അത്ര മനോഹരമാണതല്ലേ. സംഗീത ചികിത്സയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു അന്തരീക്ഷത്തെ പോസിറ്റീവായിട്ട് നിലനിർത്തുക. ഒരു കണക്കില് നമ്മളെ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ച ഒരു സ്ഥലം നമ്മുടെ വീടുകളാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും നിവർന്ന് നിൽക്കുവാനും സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് വീടിന്റെ ഭിത്തികളാണ്. അവിടെ പിടിച്ചല്ലേ ആദ്യമായിട്ട് നമ്മളിങ്ങനെ എഴുന്നേറ്റ് പിടിച്ച് കയറി നിന്നത്. അപ്പോൾ നമ്മൾ കാണാതെ, ആരും കാണാതെ കരഞ്ഞിട്ടുള്ളതും അമിതമായി സന്തോഷിച്ചിട്ടുള്ളതും സ്നേഹിച്ചതും ഒക്കെ എവിടെയാണ്? ഈ പുരയ്ക്കുള്ളിലാണ്. അപ്പോൾ ആ പുരയ്ക്കുൾവശം കുറച്ചുകൂടി മോടിയായിട്ട് നിലനിർത്തുവാൻ ഈ പറഞ്ഞതായ ഒരു ചെറിയ തിരി കത്തിച്ചു വെച്ചാൽ മതിയാണ്. പക്ഷെങ്കില് പോകെ നമ്മുടെ വീടുകളൊക്കെ ഇങ്ങനെ തെരുവ് പോലെയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തെരുവിന്റെ അവസ്ഥ എന്താ? നമുക്ക് ആരോടും സമ്പർക്കമില്ലാത്ത ഒരു സ്ഥലമാണ് തെരുവ്. ആരോടും കടപ്പാടില്ലാത്ത ഒരു സ്ഥലമാണ് തെരുവ്. അപ്പുറത്ത് നിൽക്കുന്ന ആളിനോട് സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടേതായ അവസരം വരുമ്പോൾ നമ്മൾ ആ സ്ഥലം കാലിയാക്കുന്നു. ബസ് കയറാനൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളൊരു മനുഷ്യജീവിയാണെന്ന് പോലുമുള്ള ഒരു വിചാരം നമുക്കില്ല. പണ്ട് സമയമെങ്കിലും ചോദിക്കായിരുന്നു, ബസ്സിന്റെ സമയം എപ്പോഴാണെന്നെങ്കിലും ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ ഉള്ളപ്പോൾ ആ ഒരു സാഹചര്യം പോലും വേണ്ടെന്ന് വെച്ചു. പുരയ്ക്കുള്ളിലാണ് ഇപ്പോൾ തെരുവ്. ഇതേ അവസ്ഥയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒന്നും സംസാരിക്കാനില്ലാതെ നമ്മുടേതായ കാര്യങ്ങൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് ആ സ്ഥലം കാലിയാക്കുന്ന സ്ഥലത്തിനെല്ലാം പറയുന്ന പേരാണ് തെരുവെന്ന് പറയുന്നത്. ഒരേ മേശപ്പുറത്തിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്നത് പല സ്ഥലങ്ങളിലിരുന്നു.
അപ്പൻ അന്നേരമാണ് നേരം വെളുത്തപ്പോൾ വന്ന പത്രം കാണുന്നത് പോലും. മോന് നാട്ടുകാരെല്ലാം അയച്ച മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. അവൻ ഫോണിലാണ്. മോള് മറ്റെന്തോ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ ഇതൊന്നും അറിയാതെ എല്ലാവരുടെയും ഭക്ഷണപാത്രത്തിൽ കൊണ്ടിങ്ങനെ ആചാരം പോലെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലാത്ത ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ് തെരുവ്. എന്റേതായ കാര്യങ്ങൾ കഴിഞ്ഞു, യന്ത്രം കണക്കെ നമ്മൾ അതിങ്ങനെ ആഹരിക്കുന്നു. എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള മട്ടിൽ എഴുന്നേറ്റ് റൂമിലേക്ക് പോവുകയാണ്. അപ്പൻ കഴിച്ചോ? അമ്മയ്ക്ക് ഇനി വല്ലതും കഴിക്കാനുണ്ടോ? നമ്മുടെ വിഷയങ്ങളല്ല. അത്തരത്തിലുള്ള ആളുകൾ എല്ലാം അധിവസിക്കുന്ന സ്ഥലത്തിന്റെ പറയുന്ന പേരാണ് തെരുവ്. വാസ്തവത്തില് ഈ തെരുവിൽ കൊണ്ട് വീട് കെട്ടിയവരെ ഒന്നും വലിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതിലും വലിയ ദുരന്തമാണ് പുരയ്ക്കുള്ളിലേക്ക് ഈ തെരുവ് വലിച്ചു കയറ്റുന്നത്. റേഡിയോയിൽ ഇങ്ങനെ നിരന്തരം വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ കാണാൻ വേണ്ടി ഒരു ദിവസം പോയി. വലിയൊരു തോട്ടത്തിന് നടുക്കിലുള്ള ഒരു വലിയ വീട്ടിലാണ് താമസം. ആ ചേട്ടൻ ഒഴിച്ച് ബാക്കിയെല്ലാം റിമോട്ടിൽ പ്രവർത്തിക്കുന്നവർ. റിമോട്ടിൽ തുറക്കുന്ന ഗേറ്റ്, റിമോട്ടിൽ തുറക്കുന്ന കതക്, ഇന്ന് വേണ്ട പെരയ്ക്കകം തൂക്കുന്നതായ മെഷീൻ പോലും റിമോട്ടിലാണ്. ഭാര്യ മരിച്ചുപോയി, മക്കളൊക്കെ പുറത്താണ്. വീട്ടിൽ ചെന്നപ്പോൾ ആ സമയം മുതൽ ചേട്ടൻ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചെല്ലുക, ഒരു സമ്മാനം കൊടുക്കുക, തിരിച്ചു പോരുക എന്ന് മാത്രമേ ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ എവിടെങ്കിലും നിർത്തിയിട്ട് വേണമല്ലോ ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയാനായിട്ട്. ചെന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചതായ ഒരു കാര്യം, നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ മാത്രമാണ്. ഇടയ്ക്ക് ചേട്ടന് ചെറിയ ഗ്യാപ്പ് തന്നപ്പോൾ ചോദിച്ചു, ഇതിങ്ങനെ 24 മണിക്കൂർ ഓട്ടത്തിലാണോ? അതെ, ഈ വീട്ടിൽ എന്നോട് സംസാരിക്കുന്നത് ഈ ഒരു യന്ത്രം മാത്രമാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള ഒരു വിചാരം, എന്നോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് ഈ പുരയ്ക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ റേഡിയോയാണ്. ആചാരം പോലെ മക്കള് വൈകിട്ട് വിളിക്കും, അപ്പൻ കഴിച്ചോ, മരുന്ന് തീരാറായോ തുടങ്ങിയതായ സംഭാഷണങ്ങളിൽ മാത്രം ക്ലിപ്തപ്പെടുത്തിയ ആ ഒരു ഫോൺ കോൾ അവസാനിക്കും. അദ്ദേഹം ആകെ വിളിക്കുന്നതും സംസാരിക്കുന്നതും റേഡിയോയിലാണ്. മഴ പെയ്തോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം പെയ്ത മഴയുടെ കണക്ക് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കാരണം അയാളോട് സംസാരിക്കുവാനായിട്ട് മറ്റാരുമില്ല. ഇറങ്ങി വരുമ്പോഴാണ് തമ്പുരാനിങ്ങനെ മരുഭൂമിയിലെ പരീക്ഷണ വേളകളിൽ തമ്പുരാൻ വിളിച്ചു പറഞ്ഞതായ ഒരു കാര്യമില്ലേ, ആദ്യത്തെ പരീക്ഷണത്തിനൊടുവിൽ തമ്പുരാൻ ഇങ്ങനെയാ പറഞ്ഞത്, മനുഷ്യനെ ബലപ്പെടുത്തുന്നത് ഈ ഭക്ഷണവും കാര്യങ്ങളും ഒന്നുമല്ല, ചില്ലറ വർത്തമാനങ്ങൾ കൂടിയാണ്. ഒരു ചെറിയ സംഭാഷണങ്ങൾ കൊണ്ട് പോലും രൂപപ്പെടുത്തിയെടുക്കാവുന്ന സ്വർഗരാജ്യമാണ് നമുക്കുള്ളിലുള്ളത്. അതെങ്ങോട്ട് വേണമെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. അതിന്റെ താക്കോല് നമ്മുടെ പക്ഷത്തുണ്ട്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു നോക്കുന്നില്ലേ, സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിന്റെ കൈവശമുണ്ട്. എന്താ താക്കോലിന്റെ പ്രത്യേകത? ഒരു സൈഡിലോട്ട് തിരിച്ചാൽ അത് ലോക്കായി പോകും, അങ്ങോട്ട് തിരിച്ചാൽ അത് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്നതായ സാഹചര്യം സ്വർഗമാക്കണോ നരകമാക്കണോ എന്നുള്ളത് നമ്മുടെ ഇരിക്കുന്ന താക്കോലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലാസ്സിലേക്ക് താമസിച്ചു വരുന്നതായ കുട്ടി കയറി വരുമ്പോൾ അധ്യാപകൻ നമ്മളോട് വിളിച്ചു ചോദിച്ചു, എന്ത് കാണാൻ കയറി വന്നാടെ, ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷം മുഴുവനായിട്ട് നരകമാക്കിയത്. അതേസമയം അയാളോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക, എന്താ കുഞ്ഞെ താമസിച്ചത്, നാളെ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കണം കേട്ടോ എന്നൊന്ന് പറഞ്ഞു നോക്കുക. എത്ര പെട്ടെന്നാണ് നമുക്ക് ആ ഒരു അന്തരീക്ഷത്തെ സ്വർഗമാക്കിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് എങ്ങോട്ട് തിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പുരയ്ക്കുള്ളിൽ ഒരു ചെറിയ വർത്തമാനങ്ങൾ കൊണ്ട് പോലും രൂപപ്പെടുത്തിയെടുക്കാവുന്ന സ്വർഗരാജ്യമാണ്. എന്നല്ലേ തമ്പുരാൻ പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, നിങ്ങളതിനെ ഒന്ന് കുഴിച്ചെടുക്കാനാണ് പറഞ്ഞത്, നിങ്ങളതിനെ ഖനനം ചെയ്തെടുക്കുക. സ്വർഗം നിങ്ങൾക്കിടയിലുണ്ട്.
പക്ഷേ അതിന്റെ താക്കോലും എവിടെ ഉണ്ട്? നമ്മുടെ കൈവശം തന്നെയുണ്ട്. ഒരു ചെറിയ വർത്തമാനം അതല്ല ഇപ്പോഴും പുരയുടെ വരാന്തകളിൽ ചാരുകസേറയിൽ ഇങ്ങനെ ആരോടും മിണ്ടാതെ ഒത്തിരിയേറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഇരിപ്പില്ലേ? പോകുമ്പോൾ ആചാരം പോലെ പറയും, ഞാൻ പോവുകയാണ്. അത് ചാരുകസേറയിൽ ഇരിക്കുന്നവരോട് മാത്രമല്ല, രണ്ട് കാലിൽ ഓടി നടക്കുന്ന ആളുകളോടുമുള്ള സമീപനം നമ്മുടെ ഇതിങ്ങനെ തന്നെയാണ്. വീട്ടിലെ ആകെ സംസാരം, ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അതിനപ്പുറത്തേക്കുള്ള ഒരു സംസാരം പോലും നമ്മുടെ പുരയ്ക്കുള്ളിലില്ല. അതുകൊണ്ട് സ്വർഗം തീർത്തെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നമുക്കുണ്ടാകും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, തെരുവ് പുരയ്ക്കുള്ളിൽ കയറിയാൽ വല്ലാത്ത പ്രശ്നമാണ്. ഒരു കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ചെറിയ ചെറുപ്പക്കാരന് ഒരു സന്യാസിയെ കാണാനായിട്ട് കടന്നുപോയി. അയാളോട് ചോദിച്ചു, ഗുരു, എൻ്റെ മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? സന്യാസി അയാളെ ആ ഗ്രാമത്തിലെ ഉയർന്നൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അയാളോട് ചോദിച്ചു, നീ ഇതിന് ചുറ്റും ഒന്ന് നോക്കുക, നീ എന്താ കാണുന്നത്? അപ്പോഴ് അയാൾ പറഞ്ഞു, ആ ഗ്രാമത്തിന് വെളിയിൽ നടക്കുന്നതായ മാർക്കറ്റ് കാണുന്നുണ്ട്, ധാരാളം ആളുകൾ അതിലെ നടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ചുറ്റുപാടിൽ കണ്ടതൊക്കെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ സന്യാസി പറഞ്ഞു, നീ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതായ ആ മാർക്കറ്റ് എന്നീ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുവോ, അന്ന് ഈ ഗ്രാമത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. പുറത്ത് നിർത്തേണ്ടുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നിർത്താനാവണം. നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും, കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടുന്ന ആളുകളല്ല, ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടുന്നതുമല്ല. ഒരു അരിപ്പ കണക്കെ അതിങ്ങനെ അരിച്ചു മാറ്റിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ടുന്നത് മാത്രം ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ വീണ്ടെടുക്കപ്പെടാവുന്ന സ്വർഗരാജ്യം നമ്മളുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് കളഞ്ഞു പോകാത്ത ആ താക്കോൽ തിരിക്കാനുള്ള മനോധർമ്മത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാക്കിയ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പുണ്യപുരാതനമായ ഈ സ്ഥലത്തേക്ക് പ്രത്യേകിച്ചും ലിജോ മോനച്ചൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, കുര്യാക്കോസച്ചൻ എൻ്റെ സീനിയറായിട്ടും പഠിച്ചതാണ്. ഒരു സ്നേഹബന്ധം അന്നും ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമാണ്. കേട്ട വചനങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പഠിക്കും. നമ്മൾ വായിക്കുന്നതായ സുവിശേഷങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ സുവിശേഷത്തിനും കൂടുതൽ തെളിച്ചമുണ്ടാവുക. അതുകൊണ്ട് വായിക്കുന്നവ നമ്മളെ ചുറ്റുപാടുകളുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുവാൻ തമ്പുരാൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ. ആമേൻ.